അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കോഴിയോടും മുട്ടയോടും എന്തിനാണ് ശത്രുത? യുഎസിലെ മുട്ടക്ഷാമത്തിനു പിന്നിൽ ജോ ബൈഡൻ ആണോ എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വക്താവ് കരോലിൻ ലീവറ്റ് ഉന്നയിക്കുന്നത്. എന്നാൽ ബൈഡനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. Like to point out to each and every one of you that in 2024, when Joe Biden was in the Oval Office or upstairs in the residence sleeping, I'm not so sure, egg prices increased 65%. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ജനുവരി 28 നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് ബൈഡനെതിരെ മുട്ട വിവാദവുമായി രംഗത്തെത്തിയത്. Is that the Biden administration and the Department of Agriculture directed the mass killing of more than 100 million chickens, which has led to a lack of chicken supply in this country, therefore a lack of egg supply, which is leading to the shortage. ബൈഡൻ ഭരണകൂടവും US കാർഷിക വകുപ്പും 100 ദശലക്ഷത്തിലധികം കോഴികളെ കൂട്ടമായി കൊല്ലാൻ ഉത്തരവിട്ടു. ഇത് രാജ്യത്തെ മുട്ടക്ഷാമത്തിലേക്ക് വഴിതിരിച്ചു എന്നാണ് ലിവിറ്റിന്റെ അവകാശവാദം. കോഴികളെ കൊന്നൊടുക്കി എന്നത് ശരിയാണെങ്കിലും അതിന് പിന്നിലുള്ള കാരണങ്ങൾ ലിവിറ്റ് വിഴുങ്ങിയെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ജോ ബൈഡൻ തന്റെ ഭരണകാലത്ത് വ്യാപകമായ പക്ഷിപ്പനി പടരുന്നത് ഒഴിവാക്കാനാണ് കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് എന്നാണ് റിപ്പോർട്ട്. ഇത് മുട്ടയുടെ ക്ഷാമത്തിനും വില കൂടുന്നതിനും കാരണമായെന്ന് ചുരുക്കം. ബൈഡന്റെ കീഴിൽ മുട്ടയുടെ വില 2021 ഫെബ്രുവരിയിൽ ഒരു ഡസന് $1.60 നിന്ന് 2024 ഡിസംബറിൽ $4.10 ഉയർന്നതായി ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ കാണിക്കുന്നു. എന്നാൽ കൊന്നൊടുക്കിയ പക്ഷികൾക്ക് പകരമായി കർഷകർക്ക് പണവും നൽകിയിരുന്നു ബൈഡൻ സർക്കാർ. മാത്രമല്ല 2002 ഒരു ഫെഡറൽ നിയമം ആനിമൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രോഗം പടരുന്നത് തടയാൻ കന്നുകാലികളെയും പക്ഷികളെയും മറ്റും ഇത്തരത്തിൽ കൊല്ലാനുള്ള അധികാരം നൽകുന്നു. പക്ഷികൾ ചത്താൽ അവയ്ക്കൊപ്പം വൈറസും ഇല്ലാതാകും എന്നാണ് മറുപടി. മറ്റ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 ഫെബ്രുവരി 8 മുതൽ പക്ഷിപ്പനിയെ തുടർന്ന് കോഴികൾ, ടർക്കികൾ, താറാവുകൾ എന്നിവയുൾപ്പെടെ 147 ദശലക്ഷത്തിലധികം പക്ഷികൾ ചത്തു. 2022 മുതൽ 108 ദശലക്ഷം കോഴികൾ ചത്തു. ഇതിൽ 13 ദശലക്ഷം കോഴികളും ചത്തത് 2025 ജനുവരി 29 വരെയുള്ള കണക്കനുസരിച്ച് 16 സംസ്ഥാനങ്ങളിലായി 944 കന്നുകാലികളെ പക്ഷിപ്പനി ബാധിച്ചതായി US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡേറ്റ വ്യക്തമാക്കുന്നു. എന്നാൽ നേരെ മറിച്ചാണ് ട്രംപിന്റെയും ഒബാമയുടെയും എല്ലാം ഭരണകാലത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ട്രംപിന്റെ ആദ്യ ടൈമിലും ഒബാമയുടെ ഭരണകാലത്തും അമേരിക്കയിൽ പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ടത് തടയാനുള്ള മാർഗങ്ങൾ ചെന്നെത്തിയത് ജനസംഖ്യ കുറയ്ക്കലിലാണ് എന്ന് സർക്കാർ രേഖകൾ കാണിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ മുട്ട ഉൾപ്പെടെ പലചരക്ക് സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ജനുവരി 20 ട്രംപ് അധികാരമേറ്റതിനു ശേഷം മുട്ട വില കുറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പകരം യുഎസിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും $7 മുകളിലാണ് മുട്ട വില. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.